നമസ്കാരം. കോൺഗ്രസ്സുകാരിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ഒരു കൂട്ടക്കരച്ചിലാണ്. ഇന്ത്യ സഖ്യത്തിലെ CPM അടക്കമുണ്ട് കൂടക്കരയാൻ. എന്താ കാര്യം? കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു എന്നാണ്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള മുഴുവൻ വിശ്വാസവും പോയി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം, എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖാർഗെക്ക് നോട്ടീസ് അയച്ചത്? തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തീവ്രവാദിയാണ് എന്നാണ് ഖാർഗെ പറഞ്ഞത്. BJP പരാതി കൊടുത്തു, കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് എന്താ പ്രതീക്ഷിക്കുന്നത്? പിന്നെ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന, മൂന്നാമത്തെ തവണയും തുടർച്ചയായിട്ട് അവരുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയെ തീവ്രവാദി, ടെററിസ്റ്റ് എന്ന് വിളിച്ചാൽ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കണം എന്നാണോ? നമ്മുടെ രാജ്യത്തെയും ജനാധിപത്യമല്ലേ ഖാർഗെ അപമാനിച്ചത്? ഭാരതത്തിലെ ജനങ്ങൾ അവരുടെ നേതാവായി തിരഞ്ഞെടുത്ത വ്യക്തിയെക്കുറിച്ചല്ലേ ഈ തീവ്രവാദി പ്രയോഗം നടത്തിയത്? പരാതി നൽകിയതോടെ ഇപ്പോൾ പറയുന്നു, ഞങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മോദി വരട്ടുന്നു, അതാണ് ഉദ്ദേശിച്ചത് എന്നാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടെ നിങ്ങൾ കോൺഗ്രസും CPM-ഉം ഇത്രയേറെ കടന്നാക്രമിച്ച മറ്റൊരു നേതാവുണ്ടോ നരേന്ദ്രമോദിയെപ്പോലെ? ഓർമ്മയില്ലേ, പണ്ട് സോണിയാഗാന്ധി ശ്രീ നരേന്ദ്രമോദിയെ മരണത്തിൻ്റെ വ്യാപാരി എന്നാണ് വിശേഷിപ്പിച്ചത്. അധികാരം നഷ്ടപ്പെട്ടവരുടെ ഫ്രസ്ട്രേഷൻ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് നെഹ്റു കുടുംബത്തിൻ്റെ ഒത്താശയിൽ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ മുഴുവൻ നടന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ രാഹുൽ ഗാന്ധി ഉടനെ വിമാനം പിടിച്ച് വിദേശത്ത് പോകും. അവിടെ ചെന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടതാണ് എന്ന് പറയും. കോൺഗ്രസ് ജയിച്ചാൽ കുഴപ്പമില്ല. സോണിയാഗാന്ധിയെയോ രാഹുൽ ഗാന്ധിയെയോ ചോദ്യം ചെയ്താൽ അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയില്ലാതായി എന്ന് പറയും. ഏറ്റവും ഒടുവിൽ മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകവുമായിട്ട് പാർലമെൻറ്റിൽ വന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് ഓർമ്മയുണ്ടാവും. പ്രതിസന്ധി ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വം കൈവിട്ടു എന്നാണ് നരവനെ എഴുതിയത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ജനറൽ നരവനെ തന്നെ പറയുന്നത് സൈന്യത്തിൽ സർക്കാരിനുള്ള പൂർണ്ണ വിശ്വാസമാണ് അന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് എന്നാണ്. കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല, രാജ്യത്തെ സേനയെ തന്നെ സംശയ നിഴലിൽ നിർത്തിയ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ കള്ളത്തരം എഴുന്നള്ളിച്ചതിന് മാപ്പ് പറയൂ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചത് തെറ്റാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയൂ. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വയം ആലോചിക്കണം, ആരാണ് യഥാർത്ഥ ദേശവിരുദ്ധർ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.